Hi everyone, welcome to my new video. My name is Lijja John. ഇത് കേട്ടോ, ഇതെൻ്റെ പണ്ടത്തെ ഒരു ഡയറിയാണേ. ഇത് ഞാൻ സെൻറ് റേസസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ റിട്രീറ്റിന് പോയായിരുന്നു. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ കോളേജിൽ നിന്ന് ആനുവൽ റിട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ഡയറിയാണ്. അപ്പോൾ ഇത് എൻ്റെ ബുക്സിൻ്റെയൊക്കെ ഏറ്റവും അടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ജേർണൽസൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ബുക്ക് എനിക്ക് തിരിച്ചു കിട്ടിയത് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 traits of high value girl. ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഹൈ വാല്യൂ ഗേൾ? ആരാണ് ഹൈ വാല്യൂ ഗേൾസ്? നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നമുക്ക് പരിചയമുള്ള കുറച്ച് പേരുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ ഒരു വാല്യൂ തരുന്നില്ല. നമ്മളെ അവരൊരു പട്ടിയുടെ വില പോലും തരാത്ത രീതിയിൽ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയാണ്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഐ കോണ്ടാക്ട് പോലും തരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ, അവർ ശരിക്കും അവരുടെ വേർത്ത് മനസ്സിലാക്കാതെ അവരുടെ വാല്യൂ കളഞ്ഞു നിൽക്കുന്നവരാണ്. നിങ്ങൾക്കൊരു സ്പേസ് ഇല്ലാത്തടത്തുനിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുക, മനസ്സിലായില്ലേ? അങ്ങനെ പോകുന്നവരാണ് ഹൈ വാല്യൂ ഗേൾസ് എന്ന് പറയുന്നത്. ഗേൾസിൻ്റെ കാര്യമല്ല, ബോയ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൽ കുറഞ്ഞ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ക്രൈംസ്, അതുപോലെ മോശമായിട്ടുള്ള ഗോസിപ്സ്, ഇതിനൊക്കെ ചെന്ന് എൻഗേജ് ചെയ്യുന്നവരുണ്ടല്ലോ, അതൊന്നും അത്ര നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരൊന്നുമല്ല. അവരുടെ ആ ഒരു വാല്യൂ ഒക്കെ കുറേ താഴെയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവത്തിലൊന്നും പെടാത്തവരെയാണ് നമ്മൾ ഹൈ വാല്യൂ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ശരിക്കും യൂസ്ഫുൾ ആവുന്ന ടീനേജേഴ്സിനായിരിക്കും കേട്ടോ. കാരണം ടീനേജിലാണ് നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യപ്പെടുന്നതും അതുപോലെ പലതും തെറ്റാണ് ശരിയാണ് എന്ന് നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടീനേജേഴ്സിനാണ്. അപ്പം മാത്രമല്ല അഡൽട്ട്സ് ആയിട്ടുള്ളവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവരുടെ മുന്നിൽ പോവാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ വാല്യൂ പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, 7 പോയിന്റ്സ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 7 പോയിന്റ്സ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസിൽ ഏതെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്കതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഗായ്സ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു 7 പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് യുവർ സെൽഫ്. അപ്പം നമുക്കൊരു ഹയർ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതായത് നമുക്കൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് അത്യാവശ്യം വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ നല്ലവരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവരെയൊക്കെ സ്നേഹിച്ച് അവിടെയൊക്കെ നിൽക്കാം. പക്ഷെ എന്നാലും നമുക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞതുപോലെ വൃത്തികെട്ട സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ മോശം കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നവർ, അവർക്കൊന്നും ജീവിതത്തിൽ ഉയരണം എന്നൊരു ആഗ്രഹവുമില്ല. ഈ പോകുന്നത് പോലെ അങ്ങ് പോയാൽ മതി എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വിചാരം നിങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഉയരണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആവണം. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാകണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 രൂപയാണ് ബാലൻസ് ഉള്ളത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾക്ക് എന്ത് വേണം, ആ 100 രൂപയ്ക്ക് പകരം അടുത്ത മാസം എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടാവണം. അതാണ് ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു കുട്ടി, ആ കുട്ടി ഇപ്പം ഈ മാസം 2 നല്ല വാക്കുകൾ പറയും, അടുത്ത മാസം ആ കുട്ടി 10 നല്ല വാക്കുകൾ പറയും. അതാണ് ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പോൾ ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആണ് നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ, എന്തിനാ നിങ്ങൾക്ക് തന്നെ തോന്നണമെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരിക്കണം. അതായത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഹയർ സ്റ്റാൻഡേർഡ്സ് വേണം. അതായത് ഇപ്പോൾ ഒരാൾ പറയാണ്, നമുക്കിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇത് മോശമാണെന്നല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക. ഒരാൾ പറയാണ്, നമുക്ക് അടുത്ത മാസം ഒരു സ്ഥലത്തേക്ക് പോകണം, നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകാമെന്ന്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നമുക്കൊരു ടാക്സി വിളിച്ച് പോകാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഓട്ടോ മോശമാണെന്നോ ടാക്സിയാണ് നല്ലതെന്നോ അല്ല പറഞ്ഞത്, ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഹൈ വാല്യൂ പേഴ്സൺ ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ ഈ പോയിന്റ് കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഹയർ സ്റ്റാൻഡേർഡ്സ് ഫോർ യുവർ ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞല്ലോ,
നമ്മൾ ആരോടാണ് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് അവരുടെ സ്വഭാവമായിരിക്കും നമ്മളിൽ കൂടുതൽ റിസംബിൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ ഭയങ്കര മോശം സ്വഭാവമുള്ളവരായിരിക്കാം. ഒരുപക്ഷെ അവർ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരായിരിക്കാം, മോശം കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അതുപോലെ അവർക്ക് ലൈഫിൽ പൈസ ഒന്നും സേവ് ചെയ്യണമെന്നേ ഇല്ല, ചുമ്മാ എന്തെങ്കിലും മോശം കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരോട് ബൈ പറയാം. അല്ലെങ്കിൽ ബൈ ഒന്നും പറയണ്ട, അവരോട് കൂടുതൽ ഇൻട്രാക്ഷൻ ഒന്നും പോവാതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? അവരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കളയല്ല, അവരായിട്ടുള്ളൊരു കണക്ഷൻ കുറച്ച് കുറയ്ക്കുക. മനസ്സിലായോ? അപ്പം നമുക്ക് ഒരു ഹയർ ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സും ആ ലെവലിലുള്ളവരായിരിക്കണം. അപ്പം പറയും എനിക്ക് ആ ലെവലിലുള്ള ഫ്രണ്ട്സ് ആരും ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെയുള്ളവരാണ്. ഓക്കെ, നിങ്ങൾ അവരോടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ സഹകരണവും കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് ലെവലിലാണ് എത്തേണ്ടത്. ഇപ്പം നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കും പഠിക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ സിനിമയ്ക്ക് പോകണം, ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറച്ചിട്ട് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ അയാളോട് കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളവരോട് കൂടുതൽ സംസാരിക്കുക, സമയം കണ്ടെത്തുക, അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ. അങ്ങനെ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം മനസ്സിലായില്ലേ? നമുക്കൊരു ക്വാളിറ്റി വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ആ ഒരു ലെവലിലെ ക്വാളിറ്റി ഉണ്ടാവണം. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് അങ്ങനത്തെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് ആണ് വാല്യൂ യുവർ സെൽഫ്, യുവർ ടൈം ആൻഡ് യുവർ ബോഡി. അതായത് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. നമുക്ക് വാല്യൂ കൊടുത്തില്ലെങ്കിൽ ലോകത്തുള്ള ഒരാളും നമുക്ക് വാല്യൂ തരത്തില്ല ഗായ്സ്. നിങ്ങൾ മനസ്സിലാക്കുക. ചില പെൺകുട്ടികൾ മാത്രമല്ല, ചില ബോയ്സും അങ്ങനെയാണ്. അവർക്കൊരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ ബോയ് ഫ്രണ്ട് വിളിച്ചില്ലല്ലോ, എൻ്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചില്ലല്ലോ, അങ്ങനെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവരെ എത്രത്തോളം ഇവരെ അവോയ്ഡ് ചെയ്താൽ ഇവർക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, girls who value themselves will never allow men in their life who doesn't value them. അതായത് നമ്മളെ വാല്യൂ ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. സ്വയം വാല്യൂ ഉള്ള ഒരു ഗേൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം എനിക്ക് എന്നെ പറ്റിയ ഒരു തോട്ടുണ്ട്, എനിക്ക് എൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ആ വാല്യൂ എനിക്ക് തരാത്ത ഒരാളിനെ ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ വേണം ചിന്തിക്കാൻ. നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടെ കൂട്ടാൻ പാടുള്ളൂ ഗായ്സ്. അത് വലിയൊരു തിരിച്ചറിവാണ്. അല്ലാതെ നിങ്ങളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തോ നിങ്ങൾക്കൊരു പട്ടിയുടെ വില പോലും തരാത്ത ആൾക്കാരുണ്ടല്ലോ. അത് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആവാം, ഫ്രണ്ട്സ് ആവാം, നാട്ടുകാരാവാം, നിങ്ങൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാവാം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരുടെ കൂടെ ഇനി സമയം സ്പെൻഡ് ചെയ്യാൻ പോകരുത്. കാരണം അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല. അതൊരു ഹൈ വാല്യൂ ഗേളിൻ്റെ സൈൻ അല്ല. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഹാവ് ജെനുവിൻ കോൺഫിഡൻസ്. നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എവറിത്തിങ് ഈസ് ഗോണ ബി ഓക്കെ. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അവർ വിചാരിക്കും ഈ വരുന്ന പെൺകുട്ടിക്ക് ഇവിടെ ഒന്നും അറിയത്തില്ല, നമുക്ക് അവളെ ഒന്ന് ടീസ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ മതി, ഐ എം കോൺഫിഡൻറ്റ്, എനിക്ക് ഈ നാട്ടിൽ കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ട്, കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്, എനിക്കിവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല ഞാൻ ആരാണെന്ന് എനിക്കറിയാം. എനിക്ക് ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തല നേരെ സ്ട്രെയിറ്റ് പിടിച്ച് എൻ്റെ ഷോൾഡേഴ്സൊക്കെ നേരെ പിടിച്ച് എനിക്ക് നടക്കാൻ അറിയാം. എത്ര പേരുടെ മുന്നിൽ കൂടെ വേണമെങ്കിലും എനിക്ക് നടക്കാം, എത്ര പേരുടെ മുന്നിൽ നിന്ന് വേണമെങ്കിലും എനിക്ക് സംസാരിക്കാം, മൈക്കിലൂടെ എനിക്ക് സംസാരിക്കാം, എനിക്ക് പാട്ട് പാടാം, എനിക്ക് സ്റ്റേജിൽ ഓഡിയൻസിന് മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യാം. ഇതിലെല്ലാം എനിക്ക് കഴിവുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഐ എം കോൺഫിഡൻറ്റ് എന്ന് വിചാരിക്കൂ ഗായ്സ്. അപ്പോൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജെനുവിൻ ആയിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. എല്ലാം നല്ലതിനാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൈവെടിയാതിരിക്കുക. ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ടച്ച് വിത്ത് യുവർ ഫെമിനിൻ സൈഡ്. നമ്മൾ ഗേൾസിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതായത് കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ വാല്യൂ ഉള്ള ഗേൾസിൻ്റെ സൈഡാണ്. നമ്മൾ പെൺകുട്ടികളാണെങ്കിലും നമ്മൾ ബോൾഡ് ആവണം. അതുപോലെ തന്നെ നമുക്കൊരു ഫെമിനിൻ സൈഡ് ഉണ്ടാവണം. എന്താണ് ഒരു പെണ്ണിന് ഉള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്.
സോഫ്റ്റ് ഹാർട്ടഡ് ആവാം, ബോൾഡ് ആവാം, അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാം, നമ്മുടെ ഇമോഷൻസ് മറ്റുള്ളവരോട് കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദിക്കുന്നത് ഇതൊക്കെ പുരുഷന്മാർക്കും പറ്റുമല്ലോ? യെസ്, പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു നമുക്ക് നമ്മളെ തന്നെ ഗ്രൂം ചെയ്യാൻ പറ്റണം. നമ്മളുടെ ഹെയർ, നമ്മളുടെ ആക്സസറീസ്, നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഡ്രസ്സ്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സകലമായ സാധനങ്ങളും ഇതെല്ലാം മൈൻഡ് ചെയ്യണം. നമ്മൾ ഇതിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എന്നെ നല്ല രീതിയിൽ എനിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. സോ അതൊക്കെയാണ് നമ്മുടെ ഫെമിനിൻ സൈഡിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഹൈ വാല്യൂ പേഴ്സൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കുള്ളിൽ നല്ല അറിവുണ്ട്, അല്ലെങ്കിൽ നല്ല ക്യാരക്ടറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങൾ ഒട്ടും വൃത്തിയില്ലാത്ത പന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ ആൾക്കാർ നിങ്ങളെ കാണുമ്പം ഒരു അയ്യേ ഫീൽ വരും. സോ അങ്ങനെ വരാൻ പാടില്ല. നീറ്റായിട്ട് പോവുക. എവിടെ പോയാലും നമുക്കൊരു ഓക്കെ എന്നുള്ളൊരു ലുക്ക് വേണം. ഓക്കെ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഹീൽ യുവർ പാസ്റ്റ്, ഗ്രോ യുവർ സെൽഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഗൈസ്. 1 സെക്കൻഡ്. അപ്പോൾ എന്താണ്, ചില ആൾക്കാർ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. എവിടെ? അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്. പലപ്പോഴും അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയ മണ്ടത്തരങ്ങൾ ഓർത്തിട്ടായിരിക്കും, അവർ മിസ്സാക്കിയ പല സിറ്റുവേഷൻ ഓർത്തിട്ടായിരിക്കും, ഇനി പല റിലേഷൻഷിപ്പിലും പെട്ടുപോയി റോങ് ആയിട്ടുള്ള ആൾക്കാരെ കയറി പ്രേമിച്ചതിൻ്റെ വിഷയമായിരിക്കും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കോഴ്സ് കരിയറൊക്കെ ചൂസ് ചെയ്തതിൻ്റെ ആയിരിക്കും, എന്തുമായിക്കോട്ടെ. പക്ഷേ അതിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം ഇനിയില്ല. ജസ്റ്റ് റിയലൈസ് ദാറ്റ് യു ഹാവ് ടു മൂവ് ഓൺ ടു ബിക്കം സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് തന്നെ അതെല്ലാം അവിടെ ബൈ പറയുക, അവിടെ ഇരുന്നോട്ടെ, കുറച്ച് നാൾ ഞാനത് നോക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ മതി. അതങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ പിന്നെ അങ്ങ് മറന്നു പോയിക്കോളും. നിങ്ങൾ ഹീൽ ചെയ്യുക, സ്വയം ഹീലാവുക. അതുപോലെ തന്നെ നിങ്ങളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. പഴയതൊക്കെ അവിടെ നിന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള ലെസൺസ് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുക ഗായ്സ്, ഗ്രോ ചെയ്യൂ ഗേൾസ്. ആൻഡ് നമ്മളുടെ ലാസ്റ്റ് പോയിൻ്റാണ്, ഞാൻ ഫസ്റ്റ് ഒരു പോയിന്റ്, സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹൈ സ്റ്റാൻഡേർഡ്സ് ഫോർ യുവർ ഫ്രണ്ട്സ്. അതുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ് ലാസ്റ്റ് പോയിന്റ്. അതായത് ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു ഗേൾ, നല്ല സ്വഭാവം, നല്ല ക്യാരക്ടർ, നല്ല പേഴ്സണാലിറ്റി, നല്ല ഔട്ട്ലുക്ക് എല്ലാം ഉള്ള ഒരു ഉയർന്ന പൊസിഷനിലുള്ള ഒരാളാണ് നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. നിങ്ങളൊരു നല്ല വ്യക്തിയാണ്. നിങ്ങളോട് അവർക്കൊരു സംശയമൊക്കെ വരുമ്പോൾ ചോദിക്കാൻ തോന്നണം. അതുപോലെ എന്ത് കാര്യത്തിൽ അവർ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളോടൊരു ഒപ്പീനിയനൊക്കെ ചോദിക്കണം. അപ്പം അങ്ങനെ ചോദിക്കണമെങ്കിൽ നിങ്ങളൊരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഒരു ഹൈ വാല്യൂ ഗേൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പ്രിഫറൻസ് ഒക്കെ ചോദിക്കും. സോ അപ്പം നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് പോയിൻ്റാണ്, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ലെറ്റ് ബുക്ക് ബി യുവർ ഫ്രണ്ട്. നിങ്ങൾ പുസ്തകങ്ങളെ ഫ്രണ്ട്സ് ആക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം മോശം സ്വഭാവമുള്ളവർ, മോശം പരിപാടിയൊക്കെ ചെയ്യുന്നവർ, അത് നമ്മളെ പോലെ ഗ്രൗത്ത് ഓറിയൻറ്റഡ് അല്ല. അവർക്ക് ഇങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല, വെട്ടിപ്പിടിക്കാൻ പ്രത്യേകിച്ച് സാമ്രാജ്യങ്ങളൊന്നും വേണ്ട, ഈ ഇപ്പം പോകുന്നതിൽ കൂടെ തന്നെ പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം. സോ അങ്ങനെയുള്ള ആൾക്കാരാണ്, എനിക്ക് നല്ല ഫ്രണ്ട്സൊന്നുമില്ല, എന്നെപ്പോലെ ചിന്തിക്കുന്നവർ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി ഗായ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്സ് വായിക്കുക, ലൈബ്രറിയിലൊക്കെ പോവുക, നല്ല നല്ല ബുക്സ് വായിക്കുക. നിങ്ങൾ ഈ ലൈബ്രറി പോകുമ്പം അവിടെ വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടും. കാരണം നിങ്ങളെപ്പോലെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അപ്പോൾ കൂടുതൽ ബുക്സിലേക്ക് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം തോന്നുകയാണ് എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകണം. അപ്പം ഫ്രണ്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ലൈബ്രറി പോയി ബുക്സൊക്കെ വായിക്കുക. അങ്ങനെ പുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടും. നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഗായ്സ്. ദെൻ ഗ്രാജുവലി നിങ്ങൾ ആ ലെവലിലെത്തുമ്പം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫ്രണ്ട്സിനെയും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് 7 പോയിന്റ്സ് ആണ്. ആ 7 പോയിന്റ്സ് ഓഫ് ഹൈ വാല്യൂ ഗേൾസ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒരുപാട് ഗേൾസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഗേൾസിനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ലൈഫിൽ പ്രത്യേകിച്ച് ഗോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാ അത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ലൈഫിൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഗേൾസും ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് കാറ്റഗറി പറഞ്ഞവരാണ് ഈ പറഞ്ഞ ഹൈ വാല്യൂ ഗേൾസ് എന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അത് ഞാൻ ഈ ഒരു വീഡിയോയിലങ്ങ് പറയുകയാണ്. ഈ വീഡിയോയിൽ അത് പറയേണ്ട യാതൊരു കാര്യമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളിനെ ക്രിറ്റിസൈസ് ചെയ്യാം. ആ ആളൊരു തെറ്റ് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ തെറ്റിനെ നിങ്ങൾക്ക്
തെറ്റായിട്ട് പറഞ്ഞ് വിമർശിക്കും. ആ വ്യക്തിയെ നിങ്ങൾ വിമർശിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ചിലവർ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അവരെ ബോഡി ഷെയിം ചെയ്യാൻ തുടങ്ങും, അവരുടെ ഫാമിലിയെ പറ്റി പറയാൻ തുടങ്ങും, ഇവരുടെ കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ തുടങ്ങും. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾ അയാൾ പറഞ്ഞ തെറ്റിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.